ഇത് ഞങ്ങൾ വാൻകൂവറിൽ നിന്ന് വരുന്ന ടീമാണ്, പാരഡോക്സ് പൈലറ്റ്സ്. ഒരു ചെറിയ പണിയുമായിട്ടാണ് ഈ ട്രിപ്പിന്റെ സ്റ്റാർട്ടിങ്. 2 ടൊയോട്ടയ്ക്കും വേണ്ടിയിട്ടുള്ള സ്പെയർ ടയർ ആണ് ഈ സെറ്റ് ആക്കുന്നത്. വാൻകൂവറിൽ നിന്ന് വരുന്ന ഞങ്ങളുടെ സ്ഥിരം മീറ്റപ്പ് പോയിന്റ് ആണ് ഈ കോഫി ഷോപ്പിന്റെ പാർക്കിംഗ് ലോട്ട്. രാവിലെ ഇവിടെ എത്തി ഫ്രണ്ട്സിനെ കാണുമ്പോൾ തന്നെ ഒരു എനർജിയാണ്. അതിന്റെ കൂടെ കയ്യിലൊരു കോഫി കൂടെ ആവുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. സ്നാക്സ് കഴിച്ച് റിലാക്സ് ചെയ്യുമ്പോഴാണ് താഴെ ഇങ്ങനൊരു സ്പോട്ട് കണ്ടത്. ഈ പുഴവക്കത്ത് കൂടെ പോകുന്നൊരു റെയിൽവേ ട്രാക്കും പിന്നെ അതിന്റെ സൈഡിലായി ഒരു ചെറിയ ട്രെയിലും. സാൽമൺ പിടിക്കാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നോക്കൂ, ലഞ്ചിനായി ഞങ്ങൾ പോയത് ഓൺ ദ വേയിലുള്ള ഒരു ഫേമസ് ടാക്കോ ഷോപ്പിലാണ്. അതിന്റെ ലൊക്കേഷൻ താഴെ മെൻഷൻ ചെയ്യാം. ബോയ്സ് ആർ ഹിയർ. ടാക്കോ ഷോപ്പിന്റെ പാർക്കിംഗ് ലോട്ടിൽ നിൽക്കുമ്പോഴാണ് നെക്സ്റ്റ് ടീം ജോയിൻ ചെയ്യുന്നത്, ട്രെയിൽ മാവറിക്സ്. സത്യം പറഞ്ഞ കാൽഗറിയിൽ നിന്നും ഇനിയും ഒരുപാട് വണ്ടികൾ വരാനുണ്ടായിരുന്നു. ബട്ട് മറ്റു പല കാരണങ്ങളാൽ അവർക്ക് നമ്മളോട് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അവിടുന്ന് ഇപ്പോൾ ഒരു വണ്ടിയിൽ 3 പേർ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതില് മലയാളം ഇംഗ്ലീഷിൽ പറയണ്ടേ, ഇംഗ്ലീഷിലെ വ്ളോഗ് എടുക്കണം. ഈ കാരണമാണ് ഈ എല്ലാരും വണ്ടിപ്രാന്ത് ഇറങ്ങിയത്. നല്ലത് വന്നാലും എന്ത് വന്നാലും പഠിപ്പിച്ച ആശാൻ ഇപ്പൊ വരെ റോഡ് കൊളാക്കി. അങ്ങനെ നമ്മള് ടയറിൽ എയറൊക്കെ കുറച്ച് 4 വണ്ടിയും കൂടെ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോ സ്പോട്ട് ഏകദേശം ഒരു ലൊക്കേഷൻ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്, അല്ലെ ചെറുപ്പോ? ഇനിയിപ്പോ അവിടുന്ന് നമുക്കത് റിസർവ്ഡ് സ്പോട്ടുകളാണോ എന്ന് അറിയില്ല, അത് നമ്മൾ നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ആണെങ്കിൽ തന്നെ നമുക്ക് 4 വണ്ടി, ഇനി ഒരു വണ്ടിയും കൂടെ വാൻകൂവറിന്ന് വരുന്നുണ്ട്. ആ ഒരു വണ്ടിക്ക് അപ്പോൾ ടോട്ടൽ 5 വണ്ടിക്കുള്ള ഒരു സ്പോട്ട് നമ്മൾ ഈ കണ്ടുപിടിക്കണം. അതിലാകെയുള്ള ഒരു ഡാർക്ക് എന്താ വെച്ചാൽ ഇപ്പം ഇരുടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇരുടായി കഴിഞ്ഞാൽ സ്പോട്ട് കണ്ടുപിടിക്കൽ വലിയ സുഖമുള്ള പരിപാടിയല്ല. ചെറിയൊരു പണി കിട്ടി. അതായത് നമ്മൾ ആ സൈറ്റ് പോയി നോക്കി, അവിടെ എല്ലാവരും ബുക്ക്ഡ് ആണ്, എല്ലാ സ്പോട്ടും ടേക്കൺ ആണ്. പിന്നെ ആകെയുള്ള സ്പോട്ടുകൾ ഒന്നോ രണ്ടോ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പോട്ടുകൾ മാത്രമേ ഉള്ളൂ. അതെന്തായാലും നമുക്ക് പറ്റൂല, കാരണം നമ്മളെ കൂടെ ഇപ്പോൾ 4, 5, 5 വണ്ടികളുണ്ട്. അപ്പം വി ആർ സ്റ്റിൽ എക്സ്പ്ലോറിങ്. ഇതാണ് ഇപ്പോൾ അവസ്ഥ. ഓക്കെ, ആൻഡ് ടൈം ഈസ് നൗ 6:30. ഇപ്പോൾ ഇവിടെ 6:30ക്ക് സൺസെറ്റ് ആണ്. ഇനിയിപ്പം പെട്ടെന്ന് ഡാർക്കാവും. ഇരുട്ടത്ത് കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും എല്ലാവർക്കും ക്യാമ്പ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഈവനിങ് ആയപ്പോൾ കാൽഗറിയിൽ നിന്നും വാൻകൂവറിൽ നിന്നും കുറച്ച് പേര് കൂടെ ഈ ക്യാമ്പ് സൈറ്റിൽ ജോയിൻ ചെയ്തു. പിന്നെ ഈ കാണുന്ന കലാപരിപാടി രാത്രി എല്ലാവർക്കും കൂടെ ചൂട് കായാനുള്ള ഫയർവുഡ് സെറ്റാക്കുന്നതാണ്.
coordinate. They try to attempt in contact with your friend, but they haven't heard anything. Okay. രാവിലെ പ്രതീക്ഷിക്കാതെയാണ് മഞ്ഞ് പെയ്യാൻ തുടങ്ങിയത്. ഇന്ന് ട്രെയിൽ ലീഡ് ചെയ്യുന്നത് ഗ്ലാഡിയേറ്റർ ആണ്. ജീപ്പിനും ടൊയോട്ടക്കും സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ടാവുമെങ്കിലും എല്ലാ വണ്ടികളും ട്രെയിലിൽ കയറിയാൽ ഒരു സെപ്പറേറ്റ് ലുക്ക് തന്നെയാണ്. ഈ വരുന്ന വണ്ടികളൊക്കെ നമ്മൾ മലയാളികൾ ഇവിടെ വന്ന് ബിൽഡ് ചെയ്തെടുത്തതാണ്, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ വേണ്ടി മാത്രം. So if you keep going down the road, Yeah. you gotta go over a cattle guard, and then it's just a couple minutes past that. Unfortunately, with the way the weather is, it's not so scenic because it's so cloudy. But I know. you're right by the It's river. very beautiful though. I don't know what you'll see if you go up there, but it's an adventure. Yeah, I know. Yeah. Also, Yeah. thank you. വഴി ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇവരുടെ മുമ്പിൽപ്പെട്ടത് വലിയൊരു റാഞ്ച് നടത്തുന്ന വളരെ ഫ്രണ്ട്ലി ആയി തോന്നിയ കുറച്ച് കൗബോയ്സ് ആൻഡ് ഫാമിലീസ്. അടിപൊളി ഫ്രഷ് സ്നോ. This year's fresh snow, you guys. BC-ലെ ഒരു കിഡ്ലൻ ട്രെയിലാണ്. It's actually very easy. പക്ഷേ Gladiator has been leading all the Yodas in the back. ഇപ്പുറ സൈഡിൽ one cliff ആണ്, guys. We're not gonna check it out. പക്ഷേ ഈ മരങ്ങളൊക്കെ കണ്ടോ? This is insane, bro. This is crazy. And we still have more to go. Let's go. Woo!
പുറത്ത് നല്ല തണുപ്പായതുകൊണ്ട് ക്യാബിന്റെ ഉള്ളിലിരുന്ന് ഞങ്ങൾ മെല്ലെ അടുത്ത പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. അതിലാദ്യം തന്നെ ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന വുഡ് സ്റ്റവ് കത്തിക്കലായിരുന്നു. ഈ ട്രിപ്പിന്റെ മറ്റൊരു ഹൈലൈറ്റ് ഇനി വരാൻ പോകുന്ന ഐറ്റമാണ് നല്ല കോഴിക്കോടൻ ദം ബിരിയാണി. വെയിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് പുറത്തു പോയി കുറച്ച് ഫയർ വുഡ് സെറ്റാക്കി വെക്കാനായിരുന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും കൂടെ ചേർന്നപ്പോൾ കുക്കിംഗ് ഒരു ആവേശം തന്നെയായിരുന്നു. ഉള്ളിലേക്ക് കുറച്ച് ചൂടിറങ്ങാൻ നൈസായി ഒരു ചായ ഇട്ട് നമ്മൾ അരി അടുപ്പത്തേക്ക് വെച്ചു. ആശാൻ തന്നെയാണ് കുക്കിങ്ങിന്റെ മേൽനോട്ടം. കാരണം ഇത് മൂപ്പരുടെ റെസിപ്പിയാണ്. ബിരിയാണിക്കുള്ള മസാല വാട്ടിയപ്പോൾ തന്നെ സംഭവം ഒന്ന് കളറായിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ക്യാബിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രത്യേക ഫീലായിരുന്നു. എല്ലാം ഹിഷാം ഖാന്റെ കഴിവുകൾ, പിന്നെ കുറച്ച് പൊടിക്കൈകളും. അപ്പൊ ഗൈസ്, നമ്മളെ കാത്തിരുന്ന ബിരിയാണിയുടെ കർമ്മം ഇതാ നമ്മൾ നിർവഹിക്കുകയാണ്. നല്ല ഒരു കോഴിക്കോടൻ സ്റ്റൈല് ബീച്ചിൽ കിട്ടണ നെയ്ച്ചോറ് ദം വിത്ത് ബിരിയാണി, ഹാഫ് ഫ്രൈഡ് ആൻഡ് ഹാഫ് വാട്ടിയത്. ഇത്രയും പേർ ഒരു പാഷന് പുറകെ ഒരുമിച്ച് വന്നത് കൊണ്ടാണോ അതല്ല വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല, ഈ ബിരിയാണിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരുന്നു. ഒരു മൊഹബത്തിന്റെ ബിരിയാണി. ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് നമ്മൾ ശരിക്കും എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായത്. വൈകുന്നേരം ആയപ്പോൾ വാൻകൂവറിൽ നിന്ന് വന്ന ലാസ്റ്റ് വണ്ടിയും കാൽഗറിയിൽ നിന്ന് വന്നവരും തിരിച്ചുപോയി. പിന്നെ ഉണ്ടായിരുന്നത് ഞങ്ങൾ മാത്രം. ഉറങ്ങിയോ? എല്ലാവർക്കും നല്ല ക്ഷീണമുള്ളത് കൊണ്ടാവാം നേരം ഇരുട്ടിയതും രാവിലെ ആയതൊന്നും ഞങ്ങൾ അറിഞ്ഞതേയില്ല. നമ്മളിതാ രാവിലെ എണീറ്റിരിക്കുകയാണ്. 6 മണിക്ക് ഫസ്റ്റ് നൈറ്റ് കണ്ടിട്ടുണ്ട്. ഇതാ ചെക്കൻ പുതപ്പൊന്നും ഇറങ്ങിയിട്ടില്ല. ചായ ആയിന്ന് കേട്ടു. ഞാൻ ഇപ്പൊ വണ്ടി വന്നൊന്ന് കോൾഡ് സ്റ്റാർട്ട് ചെയ്തതാ. നോക്ക്, ഗ്ലാസ് ഒക്കെ നോക്ക്, ഫുള്ള് ഫ്രോസണാ. ഇനിയിപ്പോൾ ഇത് എത്ര നേരം എടുക്കും എന്നറിയില്ല. എന്തായാലും വണ്ടിയൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വിൽ സി. സൺ ഈസ് കമ്മിങ് ഫ്രം ദർ. ഉള്ളിൽ കയറട്ടെ തണുക്കുന്നേ. ഓ, ഈ മല കയറി ഒരുപാട് പേർ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടാവാം. എന്നാൽ ഇതിന്റെ മുകളിൽ കയറി ഒരു കോഴിക്കോടൻ ദം ബിരിയാണി വെച്ചത് അത് ഞങ്ങൾ മാത്രമാവാം, അറിയില്ല. ഹിസ്റ്ററിക്കപ്പുറം ഒരുപാട് മെമ്മറീസ് കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്യാബിൻ. ഇങ്ങനെയുള്ള ക്യാബിനുകളിൽ എപ്പോഴും ഒരു ഡയറി ഉണ്ടാവും. ഇവിടെയുള്ള ഡയറിയിൽ ഞങ്ങൾ എഴുതി വെച്ചത് കുറച്ച് നല്ല മെമ്മറീസ് മാത്രം.